ഹലോ ഗൈസ്, നമസ്കാരം. ഇറ്റ്സ് മീ സൺലാമറോ. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അമ്രു ലൈഫ് 93 PS. ആ പേരിലാണ് ഇനി നമ്മളുടെ ചാനൽ ഉണ്ടാവുക. മറ്റൊന്നുമല്ല, ട്രാവൽ എക്സ്പ്ലോർ എന്ന പേരിൽ ഒട്ടനവധി പേരുകളുണ്ട് യൂട്യൂബിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയത്. അമ്രു ലൈഫ് 93 PS. കണ്ടൻ്റൊന്നും മാറ്റിയിട്ടില്ല, ഫുള്ള് ട്രാവൽ തന്നെ ആയിരിക്കും. ട്രാവൽ വീഡിയോസ് തന്നെ ആയിരിക്കും ഇതിലുണ്ടാവുക. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 5 രൂപയ്ക്ക് ഒരു യാത്ര ചെയ്തു. അതായത് ചാലിയത്ത് നിന്ന് ബേപ്പൂരിലേക്കാണ് നമ്മൾ 5 രൂപയ്ക്ക് യാത്ര ചെയ്തത്. ആ യാത്രയുടെ വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് കാണുന്നത്. ചാലി എന്ന് കേട്ടിട്ടുണ്ട്, മലപ്പുറത്തിൻ്റെ ബോർഡറാണത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ബേപ്പൂർ, കോഴിക്കോടിൻ്റെ ഒരു ബോർഡറാണ് ബേപ്പൂർ. ബേപ്പൂരിലേക്ക് എത്താനും ചാലിയത്ത് എത്താനും ജങ്കാർ സർവീസ് നടത്തുന്നുണ്ട്. അതിന് ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 5 രൂപയും. ഞാൻ പോയപ്പോൾ 15 രൂപയാണ് എന്നോട് വാങ്ങിയത്. രണ്ടുപേരും ഒരു ബൈക്കും ഉണ്ടായിരുന്നു. ഫറൂഖ് നിന്നാണ് ഞാൻ ഷൂട്ട് തുടങ്ങിയത്. ഞങ്ങൾ കൂടെ റോസും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് പോയത്. അവർ ഒരു സൺഡേ ആയപ്പം വെറുതെ നിന്നതാണ് വീട്ടിൽ. വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരുന്നപ്പോഴാണ് ചങ്ക്സ് വിളിക്കുന്നത്, നമുക്ക് പോവല്ലേ, ബേപ്പൂർ പോവല്ലേ, ബേപ്പൂർ പോയിട്ട് മീൻ പിടിക്കാമെന്ന് പറഞ്ഞു. പ്രൊഫഷണൽ ടീംസ് എന്നല്ല, ഞങ്ങൾക്ക് മീൻ കിട്ടുമോയെന്ന് അത് വീഡിയോയിലെ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന്. അങ്ങനെ ഞങ്ങൾ ബേപ്പൂരിലേക്ക് യാത്ര തിരിച്ചു. ബേപ്പൂർക്ക് യാത്ര തിരിച്ചപ്പോൾ അവർ മറ്റേ വഴിയിലൂടെ പോയി, ഞങ്ങൾ ചാലിയം വഴിക്കൂടെയും പോയി. അങ്ങനെ ചാലിയം അങ്ങാടി എത്തി. ജങ്കാർ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ജങ്കാറിൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ജങ്കാർ കയറി ബേപ്പൂരെത്തി. ബേപ്പൂർ നേരെ അവിടെ ഒരു നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായി. അതിൻ്റെ അവിടെയാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. പ്രൊഫഷണൽ ടീംസൊക്കെ അവിടെ അപ്പുറത്ത് മീൻ പിടിക്കുന്നുണ്ട്. അവർ മീൻ പിടിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ മീൻ പിടിക്കാൻ ഞങ്ങൾക്ക് വേണ്ട സാമഗ്രികളൊന്നും ഞങ്ങളുടെ അടുത്തില്ല. പ്രൊഫഷണൽ ടീംസിൻ്റെ അടുത്താണെങ്കിൽ ഫോറിൻ ചൂണ്ടകളുണ്ട്, പിന്നെ അതിന് വേണ്ട തീറ്റകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഉള്ളത് ഒരു ഈർപ്പയും ഒരു കൊക്കയും. അതന്നെ തൊട്ടടുത്തുള്ള കടക്കാരെ തന്നതാണ് ഫസ്റ്റ് ഈർപ്പയും കൊക്കയും. പിന്നെ ഞങ്ങൾ 2 എണ്ണം ഞങ്ങൾ വാങ്ങി ചൂണ്ടയിടാൻ വേണ്ടിയിട്ട്. 2 എണ്ണം വാങ്ങി. അങ്ങനെ ഒരു കോഴി പാർട്സ് 20 രൂപയ്ക്ക് കോഴി പാർട്സും വാങ്ങി. 20 രൂപയ്ക്ക് കോഴി പാർട്സ് വാങ്ങിയിട്ട് ഞങ്ങൾ ചൂണ്ടൊക്കെ കോർത്തു. ഞങ്ങൾ ഇട്ടു. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഞങ്ങൾ ചൂണ്ടയിട്ട് കൊണ്ടേയിരുന്നു. ഒരു മീൻ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കലങ്ങിയ വെള്ളമായിരുന്നു. പിന്നെ പോരാത്തതിന് ട്രോളിങ്ങുമായിരുന്നു. മീൻ പിടിക്കുന്നത് നിരോധിച്ച ഒരു സമയമായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ടീംസ് അവിടെ മീൻ പിടിക്കുന്നുണ്ട്, അവർക്ക് പോലും മീൻ കിട്ടിയിട്ടില്ല. നല്ല ചൂണ്ടയും നല്ല മൈദയാണ് അവർ യൂസ് ചെയ്യുന്ന തോന്നുന്നു. ആ മൈദ യൂസ് ചെയ്തിട്ടാണ് ചൂണ്ടയിൽ കൊടുത്തിട്ടാണ് അവർ മീൻ പിടിക്കുന്നത്. അവർക്ക് എപ്പോഴെങ്കിലും മീൻ കിട്ടുന്നുള്ളൂ, 1 മണിക്കൂറിന് ഒന്നൊക്കെ അങ്ങനെ രീതിയിലാണ് കിട്ടുന്നത്. ഞങ്ങൾ ആകെ ഒരു ചൂണ്ടയുണ്ട്, പിന്നെ ഒരു കോഴിപ്പാട്സും ഉണ്ട്. ആ കോഴിപ്പാട്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത്. അവസാനം ഞങ്ങൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ ആകെ ചടച്ചു. മീൻ കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആകെ ചടച്ചു. പിന്നെ ആ ഒരു പരിപാടി നമ്മൾ നിർത്തി. നിർത്തിയിട്ട് ഞങ്ങൾ പിന്നെ ഒരു അർജൻറ്റ് കോൾ വന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിക്കുക.
മീൻ പിടിക്കാല്ലേ തന്ത്രപ്പാടിലാണ്. നീ കിട്ടുമല്ലേ നമുക്ക് അവസാനം പറയാം. ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കിട്ടിയോ? ഹലോ ബ്രോ, കിട്ടിയോ? കുറെ നേരമല്ലേ തിരയാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും കിട്ടുമോ? പ്രതീക്ഷ ഉണ്ടോ താങ്കൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടോ? ഞണ്ടുണ്ട്. കണ്ടോ ജെണ്ടിന് കിട്ടിയേ. കിട്ടിയില്ല, അതാ വാളത്ത് പോയി. അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ചങ്കുപാടീസാണ്. അത് പേര് പറഞ്ഞു ഷാഫി. എവിടെ സ്ഥലം പറഞ്ഞു? കാരാപ്പറമ്പ്. മലപ്പുറത്താണോ? മലപ്പുറം മഞ്ചേരിയുള്ള സ്ഥലങ്ങളുണ്ടോ ഇതൊക്കെ? മുറിച്ചത് കാരാപ്പറമ്പ്.